വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിൽ നമ്മുടെ iOS 18.3.1 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24 hour ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ നമുക്ക് പറയാം. ഇത് ആക്ച്വലി മസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് തന്നെ, അതായത് ആപ്പിൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഓൾമോസ്റ്റ് 500 MB ആ സൈസൊക്കെ നമുക്ക് വരിക. 500 താഴെ 453 എനിക്ക് സൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കുറേ ബഗ് ഫിക്സസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്കിലും ഫൈനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഞാനെപ്പോഴും കണ്ടിരിക്കും എൻ്റെ ഐഫോൺ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെയാണ് അപ്ഡേറ്റ് ചെയ്തത്. ഞാൻ കാണിച്ചത്. അപ്പോൾ എൻ്റെ വാച്ചിലും ഇതിൻ്റെ ഞാൻ വാച്ച് അൾട്രാ 2 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. അത് ഇതിൽ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയായിട്ട് നോക്കാൻ വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ 18.3 ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് 22D72 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. അതാണ് സംഭവം ഉണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് ബഗ് ഫിക്സസും അതുപോലെ തന്നെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റും നല്ലോണം വന്നിട്ടുണ്ട്. അതായത് ബാക്കപ്പ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിനും ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വെറുതെ വയ്ക്കുമ്പോൾ. അതുപോലെ തന്നെ കുറേ ബഗ് ഫിക്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മെയിനായിട്ട് ഒരു ബഗ് ഫിക്സസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് കുറേ ഡിവൈസിൽ ഉണ്ടാകുന്ന സാധനം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ഡിവൈസസ് ഇപ്പോൾ ഭയങ്കര കുറവാണ്. അത് വെച്ചാൽ അത്യാവശ്യം നെറ്റ്വർക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടുണ്ട്. 18 ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയിക്കും പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഫോണിൽ തന്നെ ഇടയ്ക്കൊക്കെ എന്താ പറയുക സ്റ്റക്കും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ടച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഉണ്ടാകുന്നില്ല. അത് പറയുമ്പോൾ കുറേ പേര് ചിലപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും അവർക്കൊന്നും ഉണ്ടാകുന്നില്ല. വെച്ചാൽ എല്ലാവർക്കും ഇത് റിപ്പോർട്ട് ആവില്ല. ഡിവൈസ് അപ് ടു ഡിവൈസ് ആണ് ഇത് റിപ്പോർട്ട് ആവുന്നത്. അപ്പോൾ ഈ ടച്ച് ഇഷ്യൂ ഒക്കെ കുറേ പേർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂസ് ഒക്കെ കുറേ പേരുണ്ടാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് അവരുടെ അപ്ഡേറ്റ് തന്നെ അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷേ അതും ഒരു റിസ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലൈമർ വെക്കേണ്ടി വരും നമുക്ക്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ പറയാൻ പറ്റില്ല. ഡിസ്പ്ലേ അടിച്ച് പോകുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻ വാറന്റി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോണൊക്കെ ഇൻ വാറന്റി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രൈമറി ഫോൺ സാംസങ്. അപ്പോൾ അതിൽ ഞാൻ ആക്ച്വലി ഇതേപോലെ ഇഷ്യൂ ഉണ്ടല്ലോ, എല്ലാ ബ്രാൻഡും ഉണ്ടല്ലോ ഇപ്പോൾ ഇഷ്യൂ. അപ്പോൾ ഞാൻ അതിന് വാറന്റി എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സാംസങ് A+ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ഐഫോണിൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഐഫോണിൽ ഭയങ്കര കത്തി പ്രൈസാണ്. സാംസങ് വരുമ്പോൾ 6000 രൂപ കൊണ്ടുവരാനത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഇതിനാകുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഡബിളും അതിൻ്റെ മുകളിലും വരും ചാൻസ് ഭയങ്കര കൂടുതലായപ്പോൾ എല്ലാം കൂടുതലാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ iOS 13.1 റിവ്യൂ, ക്വിക്ക് ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും നിങ്ങളുടെ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാറണ്ടിയിലാണെങ്കിൽ ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് സെക്ഷൻ നോക്കാൻ മറക്കണം. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതിനും നമ്മളെല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മൾ അതിലും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഫോളോ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.